സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. അപ്പൊ നമ്മള് ലോകം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കോർ അതിന് വേണ്ട. അതാ ഉള്ളതാണ് ഈ കോറ്. താങ്കൾ എങ്ങനെയാണ് ഇത്ര അഡമന്റ് ആയിട്ട് അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയുന്നത്, അഫേം ചെയ്ത് പറയുന്നത്? വിഷയം അറിയാവുന്നതുകൊണ്ട് പറയുന്നു. എവിടുന്നാ ഞാൻ വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ലേ? നിങ്ങൾക്ക് അറിയാവുന്നുണ്ടല്ലേ? അല്ല, താങ്കളാണ് അത് ഉത്തരം പറഞ്ഞത്. താങ്കൾ ഞാൻ എവിടുന്നാണ് വരുന്നതെന്ന് എന്നോട് ചോദിക്കുമ്പോൾ എനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അത് നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് എവിടുന്നാണെന്ന് ഞാൻ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതാണ്. അതാണ് മനുഷ്യനുണ്ടായെന്ന് പറയുന്നത് ലോകം ഉണ്ടായെന്ന് പറയുന്നത് രണ്ട് കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ലോകം ഉള്ളതാന്ന് പറയുന്നത്. അപ്പൊ താങ്കൾ ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. താങ്കൾക്ക് ഇത്ര ലൈഫ് സ്പാൻ ഇല്ലേ? അപ്പൊ താങ്കൾ താങ്കൾ മരിച്ചു പോകും. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ കേട്ടില്ല. രണ്ടാമത്തെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല. ബുദ്ധിയും ശക്തിയുള്ളവരായിരിക്കണം എന്റെ ഇരകൾ. ഇത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ താങ്കളോട് പറഞ്ഞത്. താങ്കൾ ആൾക്കാരെ കൺഫ്യൂസിങ് ആക്കും. എനിക്ക് കൺഫ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് തുടങ്ങിയപ്പോൾ തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അതിപ്പോ ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പൊ ആദ്യം മനസ്സിലാക്കാനുള്ളത് ലോകം ഉള്ളതാണ്, അത് നിരന്തരം മാറുന്നതാണ്. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ ഇല്ലാത്തതാണെന്നും ഇല്ലാതിരുന്നിട്ടുണ്ടായതാണെന്നും വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ചോദ്യം. അങ്ങനെ പറയരുത്. അല്ല, താങ്കൾക്ക് ഞാൻ ചോദിച്ചത് താങ്കൾക്ക് മനസ്സിലായില്ല എന്നാണ് എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം നിങ്ങൾ വരയ്ക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ദിവസം പറഞ്ഞാൽ മതി. അതുകൊണ്ട് താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അതെ, എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ദിവസം എന്നോട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പറയണ്ട. ഞാൻ ആരോ കേട്ടാ നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. അതെവിടുത്തെ ന്യായം? അത് ഇവിടുത്തെ ന്യായം അല്ല, അതൊരു നാസിസം അല്ലേ? താങ്കൾ പറയുന്നത് കേട്ടാ മതി എന്നുള്ള കാര്യമൊക്കെ നിങ്ങളല്ലേ അങ്ങനത്തെ ആ ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. താങ്കൾ പറയുന്നത് മാത്രം കേട്ടാ മതി എന്ന് കേട്ടാ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിച്ചെന്തിനാ എന്നോട്? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ നിർണ്ണയിക്കുന്നത് വഴിയാണ് ജീവൻ ഉണ്ടാകുന്നത്. നേരത്തെ നമ്മൾ എന്ന് പറയുന്ന ആരാണ് സാർ? നമ്മളെന്ന് പറയുന്നത് നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേരെന്താ? ശാരിക. ശാരിക ഉണ്ടെന്നറിയാവോ? ഉണ്ട്. അപ്പൊ പിന്നെ ചോദിച്ച് നിങ്ങളല്ലേ? അപ്പൊ നമ്മളാരാന്ന് മനസ്സിലായില്ലേ? താങ്കൾ പറയുന്നു ലോകം ഉണ്ടായിരുന്നു. ലോകം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ലോകം ഉള്ളതാണെന്ന് ഞാൻ ഈ പറയുന്നത്. പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിനെ മനസ്സിലാക്കാൻ മനുഷ്യർ ശ്രമിക്കുമ്പോൾ അവരിടുന്ന അടയാളത്തിനെയാണ് തുടക്കം എന്ന് പറയുന്നത്. ഇത് വലിയ മെനക്കെടായല്ലോ. എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കണ്ടേ ഉണ്ണി. താങ്കൾ എല്ലായ്പ്പോഴും താങ്കളുടെ ഇന്റർവ്യൂവിൽ താങ്കളുടെ വാദം സമർത്ഥിക്കാനാണ് ശ്രമിച്ചത്. ചോദിക്കുന്ന ഏതൊരു അവതാരകനോടും താങ്കൾ ഒരുപാട് ചോദിക്കാൻ അറിഞ്ഞൂടാ. അത് താങ്കൾ എല്ലാവരോടും ഇത് തന്നെയാ പറയുന്നത്, എന്നോട് മാത്രമല്ല. എനിക്കറിയാം, എനിക്ക് ഈ വിഷയം നിങ്ങളെക്കാളും അറിയുന്നോണ്ടാണ്. നിങ്ങളല്ലെങ്കിൽ എന്നെ എന്തിനാ വിളിച്ചത്? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറ. താങ്കൾ അവിടെ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾ എന്നെ എന്തിനാ വിളിച്ചത്? കൈവിടരുത്. സമരം ചെയ്യാനും അലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. താങ്കൾ ഒരു ഹിറ്റ്ലോറിക് നയമാണ് എടുക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ എടുക്കും. നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചേ? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. താങ്കൾ തന്നെ പറയുന്നു എല്ലാവരും അടിമകളാണ്. ആ നയമാണോ താങ്കൾ എടുക്കുന്നത്? ഞാൻ നിങ്ങളെ അടിമയായിട്ട് തന്നെയാ കാണുന്നേ. താങ്കൾ ഞങ്ങളുടെ ഗസ്റ്റാണ്. നിങ്ങൾ എന്റെ ഗസ്റ്റ്, നിങ്ങളുടെ ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് മിണ്ടണം. ഞാൻ പറയുന്നത് കേൾക്കണം. കാരണം ഞാൻ ഗസ്റ്റ് ആണ്. മര്യാദയില്ലാതെ എന്നോട് ചോദിക്കാനോ എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ഞാൻ പറയുന്ന കാര്യങ്ങള് കേൾക്കുന്നതിന് മുമ്പ് അത് തെറ്റാണെന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ആരാണ് അവകാശം? താങ്കൾ വഴി തെറ്റിക്കുന്നു, താങ്കൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നു. കൺഫ്യൂസ് ചെയ്യാൻ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. അല്ലെങ്കിൽ ചോദ്യം എന്തിനാ ചോദിച്ചേ? വണ്ടി എടുക്കട്ടെ മോളെ. നിങ്ങൾ ഹോട്ട് സീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിവരമില്ലാതെ ചോദ്യം ചോദിക്കരുത്. താങ്കൾ മാത്രമല്ല ലോകത്ത് വിവരമുള്ളതാണ്. ആ വിവരമുള്ള ഞാൻ തന്നെ ഉള്ളു, തനിക്കില്ല. അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ല. എങ്ങനെ ഇരിക്കുന്നു? ചോദിച്ചു പോയവൻ ഓമ്പി. നിങ്ങൾക്ക് എന്നെ വിളിക്കുന്നത് ഞാനൊരു ചോദ്യം, നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? അതെ. അപ്പോഴാണ് ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരുന്നത്. പറഞ്ഞത് ശരി. താങ്കൾ പറയുന്ന കേൾക്കാൻ ഞാൻ തയ്യാറാണ്. തയ്യാറാണെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കും. അവിടെ മിണ്ടാതിരിക്കണം നിങ്ങൾ. താങ്കൾക്ക് നല്ല ടെൻഷൻ ഉണ്ടോ? എന്ത് ടെൻഷൻ? ഞാൻ എന്റെ ചോദ്യം ചോദ്യം പറഞ്ഞു മണ്ടൻ ചോദ്യമാ. എന്ത് ടെൻഷൻ?
മണ്ടന്മാരെ താങ്കൾ പേടിക്കുന്നു. മണ്ടന്മാരെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം അവരെ നന്നാക്കാനൊക്കത്തില്ല. എപ്പോഴും അടിമകളാണെന്നാണ് താങ്കൾ പറയുന്നത്. തൊട്ട് മുമ്പ് ഇവിടെ ഒരു സ്ത്രീ ഇരുന്നിട്ടുണ്ട്, അവരുടെ ഇങ്ങനെ അവരെ താങ്കളെ പ്രകോപിപ്പിച്ചില്ല. അതൊരു പാവകുട്ടി. പിന്നെ മര്യാദ കെട്ട സ്ത്രീയാണ് ഇരിക്കുന്നതിന്റെ മുന്നിൽ. അല്ലാതെ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പുരുഷന്മാരുടെ ഒരു പ്രത്യേകത താങ്കൾ ഇപ്പോഴും പറയുന്ന പോലെ പുരുഷന്മാരുടെ പ്രത്യേകതയെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞോളാം. ശരി, നിങ്ങൾ പുരുഷനല്ലല്ലോ. ഞാൻ പുരുഷനല്ല. അപ്പൊ പിന്നെ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എഴുതി വെക്കണം എന്ന് പറയുന്നത് മനുഷ്യരുടേതാണ്. കാക്കിക്കും പൂച്ചയ്ക്കും കൊച്ചിയില്ലെന്ന് അറിയണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. താങ്കൾക്ക് അഡ്രസ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന സാധനമല്ലല്ലോ ഇപ്പൊ ചോദിക്കുന്നത്. ശിവനേ അല്ല, താങ്കൾ പറയുന്ന എഴുതി വെക്കണമെന്ന്. എഴുതി വെച്ചിട്ട് മാത്രമേ അഡ്രസ്സുകൾ ഉള്ളൂ. നിങ്ങളുടെ പേരിട്ടാലേ നിങ്ങൾക്ക് പേരുള്ളൂ. നിങ്ങളുടെ രൂപം നിങ്ങളുടേതല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ആരുടെ? അത് താനേ ഉണ്ടാകുന്നത്. എങ്ങനെ പേരങ്ങനല്ല. നിങ്ങള് കൊരങ്ങമണിന്ന് എനിക്ക് വിളിക്കാൻ പറ്റും, ഒരു പ്രശ്നം ഉണ്ടാകും. ഇത് ജയന്റെ സിനിമ പോലെയല്ല, കരിവരുണ്ട ജീവിതങ്ങളെ. രൂപം ഉള്ളതാണ്. താങ്കളല്ലേ നേരത്തെ പറഞ്ഞ രൂപമില്ലെന്ന്? എന്താണ് പറയുന്നത്? രൂപം നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലെന്ന്. നിങ്ങൾക്ക് ബുദ്ധിയും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ വേറെ വല്ലവരും വിളിക്കും. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. താങ്കൾ പറഞ്ഞു എന്നെ കൊരങ്ങമണി എന്ന് വിളിക്കുന്നത്. അപ്പൊ താങ്കൾ എനിക്ക് ചെകുത്താനെന്ന് വിളിക്കാമോ? പിന്നെന്താ, കുഴപ്പമില്ല. ലോകത്ത് വേറെ ചെകുത്താനുണ്ടോ? ഒന്നുമില്ല, വിളിക്കുന്നതാണത്. ചെകുത്താൻ ഇല്ലെന്ന് താങ്കൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും? നിങ്ങളെ ഉണ്ടെന്നുള്ളത് കൊണ്ട് ചിലപ്പോ എനിക്ക് ഇനി സംശയിക്കേണ്ടി വരും. അസംബ്ലി പിരിച്ചുവിട്ടു. കോടതിയിലിരുന്ന് താങ്കൾ വിറയ്ക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. എന്ത് വിറയ്ക്കുന്ന താങ്കൾ കാര്യമാണ്? പ്രകോപിതനാകുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ പറഞ്ഞല്ലേ, ഞാനായത് കൊണ്ടാണ് മര്യാദയ്ക്ക് വിട്ടിരുന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്നിട്ട് പോവും. അത് ശരിയാ, അത് ശരിയാ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇല്ലാത്തതൊന്നും ചുമ്മാ പ്രപഞ്ചം ആരെങ്കിലും ഉള്ളതാണ്. സമ്മതിക്കാൻ പറയും. ഉള്ള പ്രപഞ്ചത്തിനെ ഉണ്ടാക്കാൻ ഒരാളെ ആവശ്യമില്ല. അപ്പൊ ഇത് ഉണ്ടാക്കിയ ഒരാളില്ല. ഉണ്ടാക്കാൻ അതാണ് ഈ ബുദ്ധിയില്ലാത്ത പറച്ചിൽ പറയുന്നെന്ന് പറഞ്ഞു. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. താങ്കളെ ഇത് എങ്ങനെ താങ്കള് ഈ സമൂഹത്തിൽ എങ്ങനെ താങ്കൾ ജീവിക്കുന്നു? ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നൊക്കെ ഞാൻ നിങ്ങളെക്കാളും കൂടെ പ്രായമില്ലേ? തീർച്ചയായിട്ടും എനിക്കറിയാം. അത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ താങ്കൾ, ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഒരു ഗുരുക്കന്മാരില്ല, അല്ലെങ്കിൽ ദൈവമില്ല, അങ്ങനെ ഒരു ആളെയില്ല, മനുഷ്യര് മാത്രമാണുള്ളത്, അങ്ങനെ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഗുരുക്കന്മാർ പറയുന്നത് നിങ്ങളെ പോലെ ഒരാളാ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പാടാ. ഗുരുക്കന്മാരെ ആവശ്യമില്ലാത്തോണ്ട്. അപ്പൊ താങ്കളെ പഠിപ്പിച്ചവര് താങ്കൾ എന്താ കണക്കാക്കുന്നത്? ഞാൻ കാണിക്കുന്ന എന്നെ പഠിപ്പിച്ചവരുന്നു. നിനക്ക് പ്രാന്താളാ പന്നി. ഞാൻ ജീവനും കൊണ്ട് ഓടി, പുറകെ അവരും ഓടി. പഴയ ഫ്രണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.